നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങളുടെ നേരത്തിനും കാലത്തിനും ബുക്ക് ചെയ്യാൻ ചെന്നാലേ വല്ല കോഴിക്കോട് പോലുള്ള പാട്ട ഷെട്ടേ കിട്ടൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, വലിയ വലിയ VVIP വരുന്ന ഫംഗ്ഷനാ. അതുകൊണ്ട് തന്നെ ഏറ്റവും മുന്തിയ കല്യാണ മണ്ഡപം തന്നെ ആയിരിക്കണമെന്ന്. എന്തേ, ഒന്നും പറയാനില്ലേ? അതല്ല, ഞങ്ങളുടെ അന്തസ്സിനൊത്ത ഹാള് കിട്ടിയില്ലെങ്കിൽ ഒരുക്കങ്ങളൊന്നും നടത്തണമെന്നില്ല. എല്ലാം നിർത്തിവെച്ചോ. ഈ കല്യാണം നടത്തണോ വേണ്ടേന്ന് ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തിട്ട് വിളിക്കേ. ആ, പിന്നൊരു കാര്യം, അതിനുശേഷം കല്യാണം വിളിച്ചു തുടങ്ങിയാ മതി. ഹലോ ഹലോ മോളെ, കട്ട് ചെയ്തല്ലോ. കൊള്ളാം, ഇതും മർമ്മത്ത് തന്നെ കൊണ്ടു. നല്ലൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3-3.5 ലക്ഷം രൂപയെങ്കിലും ആവും. അതവര് കൂട്ടിയാ കൂടുവോ? അമ്മേ, എന്റെ അമ്മയെ കല്യാണം ക്ഷണിക്കാൻ ഞാൻ നാളെ വീട്ടിലേക്കൊന്ന് പോയിക്കോട്ടെ? ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവിടെ ഭ്രാന്തെടുത്ത് നിൽക്ക. അതിന്റെ ഇടയ്ക്ക് അവളുടെ ഒരു ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. വേലക്കാരിയുടെ മോളായി എനിക്ക് ഈ വീട്ടിലൊരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ. പണക്കാരിയായി മരുമോൾക്ക് എവിടെയും പോവാം, ഇപ്പോഴും പോവാം. ആർക്കും എന്നെ ഒരു വിലയുമില്ല. ഈശ്വര, എന്റെ വിധി. ആ, എത്തിയോ സംഘാടക സമിതി കൺവീനർ? നിന്റെ മുഖം ഫേഷ്യൽ ചെയ്യണ്ടേ? ഈ ദരിദ്രവാസി ലുക്കൊന്നും മാറിയ നല്ലതല്ലേ? ആ, ഏതായാലും ചെലവ് തന്നെ. ഫേഷ്യൽ ചെയ്യാനുള്ള പണം കൂടി അമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിച്ചോ. ഏയ്, ഞാൻ തമാശയായിട്ട് പറഞ്ഞൊന്നല്ല. നീയേ കല്യാണ പെണ്ണിന്റെ സ്വന്തം നാത്തൂനാണ്. ശരിക്കും അണിഞ്ഞൊരുങ്ങി വേണം മണ്ഡപത്തിലെത്താൻ. സിനിമയില് ക്യാമറ ചെയ്യുന്നവരെയൊക്കെയാ രാജീവ് മേനന്റെ കല്യാണം കവർ ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. അല്ല, ഇനി നിനക്കും സിനിമയില് ചാൻസ് കിട്ടിയാലോ? പ്രകാശേട്ടാ, ഈ വളിച്ച തമാശയൊന്നും എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. പറഞ്ഞേക്കാം, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? എന്റെ അമ്മയെ കല്യാണം ക്ഷണിക്കാൻ വീട്ടിലോട്ടൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ അമ്മ എന്നെ കടിച്ചു കീറാൻ വന്നു. എന്റെ അമ്മയ്ക്ക് പണവും പത്രാസൊന്നും ഇല്ലല്ലോ. ഞങ്ങള് പാവപ്പെട്ടവരല്ലേ. ഓ, അതാണോ കാര്യം? എടി, അത് നന്നായില്ലേ? ഒന്നാമത് നിന്റെ അമ്മയ്ക്ക് അടുക്കള പണി ഒഴിഞ്ഞുള്ള സമയമില്ല. മറ്റുള്ളവരുടെ വീട്ടിലെ കുശിരിപ്പണി ചെയ്യുന്നവർക്കേ പെട്ടെന്ന് ലീവ് എടുക്കാനും പറ്റില്ല. പിന്നെ ഇവിടെ കുശിനിപ്പണിക്കാരി ആവശ്യം വരുമ്പോ അമ്മ അവരെ നേരിട്ട് പോയി ക്ഷണിക്കും. പോരെ? പ്രകാശേട്ടാ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ അമ്മയെ പറഞ്ഞാ ഞാൻ സഹിക്കില്ല. ഇങ്ങനെ കുത്തി വരച്ചോണ്ടിരുന്ന് ആക്ഷേപിക്കുന്നത് സ്വന്തം അമ്മായിയമ്മയാണെന്നുള്ള ബോധമുണ്ടോ നിങ്ങൾക്ക്? എനിക്കങ്ങനെ ആരോട് സെന്റിമെന്റ്സ് ഒന്നുമില്ല. അമ്മായിമാന്നല്ല, ആരെ കുറിച്ച് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. ഒരു ഡിമാൻഡ് മാത്രമേ എനിക്കുള്ളൂ. എന്നോടാരും കാശ് ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. കഷ്ടം, ഞാൻ ആരോടാ ഇതൊക്കെ പറയുന്നത്? ഒന്നും പറഞ്ഞില്ലേ? ആ ചെക്കൻ പുറത്തെവിടെയൊരു മൊബൈൽ കളിക്കുന്നുണ്ട്. വിളിച്ചുകൊണ്ടൊന്ന് കിടത്താൻ നോക്ക്. വേണമെങ്കിൽ ചെന്ന് വിളിക്ക്. അല്ല പിന്നെ
ആ മോനെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എല്ലാം ഓർമ്മയുണ്ടമ്മേ. ദേവിക്ക് കാര്യസിദ്ധി പൂജ, ഉപദേവതകൾക്കെല്ലാം വഴിപാട്, ഗണപതി പ്രീതിക്കായി അച്ഛന്റെ പേരിൽ ഒരു ഗണപതി ഹോമം. ദേ, ഇവ മറന്നുപോയാലും നീ ഓർമ്മിപ്പിച്ച് വേണ്ടതൊക്കെ ചെയ്യിക്കണം. ശരി അമ്മേ. ഇത് വെച്ചോ. എന്താ പരിപാടി? ക്ഷേത്ര ദർശനം. പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തു വരികയല്ലേ. അച്ഛന്റെ പാർട്ടിക്ക് വിജയം കിട്ടാൻ വേണ്ടി കാര്യസിദ്ധി പൂജ നടത്താനാ ഇവരിപ്പോ പോകുന്നത്. കൊള്ളാം കൊള്ളാം, നല്ല ട്വിസ്റ്റ്. അല്ല, ഇന്നലെ വരെ നിനക്ക് രാഷ്ട്രീയത്തോട് പരമപുച്ഛമായിരുന്നല്ലോ. ആയിരുന്നു. പക്ഷേ രാഷ്ട്രീയ കുടുംബത്തിൽ വന്ന് കേറിയപ്പോ ഭർത്താവിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഒത്തു നിൽക്കണ്ടേ? പിന്നെ ആ, എന്നാ നമുക്ക് പോവാം. വാ. നിക്ക്. അതെ, ഈ വഴിപാടുകൾ നടത്താനേ ഈ പോക്കണം കെട്ടവൻ പോയാൽ ശരിയാവില്ല. അതെ, ഇന്ന് തോട്ടത്തിൽ 2 ലോഡ് ഈ പച്ച ചാണകം മറക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ജിതേന്ദ്രൻ തോട്ടത്തിൽ പോയി അതിന്റെ മേൽനോട്ടം വഹിച്ചാൽ മതി. ജഗാ, മോനെ ജഗാ, ഇപ്പൊ വരും. എന്താ മകനെ, നീ ഇപ്പൊ തന്നെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ഇവള് പറയുന്ന എല്ലാ വഴിപാടുകളും ചെയ്യുകയും വേണം. അതെ, വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അച്ഛന്റെ പാർട്ടിക്ക് അട്ടിമറി വിജയം, അതാണ് ആവശ്യം. ക്ഷേത്രത്തിൽ പോകാനല്ലേ ചേട്ടനും ചേട്ടത്തേക്ക് ഒരുങ്ങിയിരിക്കുന്നത്. അവര് പോട്ടെ അച്ഛാ. മക്കളെ, ഇവിടെ കുറുപ്പാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ജഗൻ ക്ഷേത്രത്തിൽ പോകണമെന്ന് കുറുപ്പ് പറഞ്ഞാൽ പോയിരിക്കണം. ശരി അച്ഛാ. ഗുഡ് ബൈ. ചെല്ലേ. അപ്പോ ഞങ്ങള് തൊട്ടുപോരു തന്നെ മനഃപൂർവ്വം ചെയ്യുന്നതാ. ഇളയ മകനെ കൊമ്പത്ത് കയറ്റിയിട്ട് മൂത്ത മകനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന ക്രൂരത. ഇങ്ങനെ നാണം കെട്ട് പടുകുഴി കിടക്കാതെ എല്ലാം അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.